സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി. 2025 ഫെബ്രുവരി 8 മുതൽ 13 വരെ തിരുനാവായ മാഘമക മഹോത്സവം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ വർഷത്തെ മാതിരി ഈ വർഷവും അതിഗംഭീരമായിട്ടാണ് നമ്മൾ ഈ ഇത് തുടങ്ങി വയ്ക്കുന്നത്. 8-ാം തീയതി പാലക്കാട് കുടുംബ ഗ്രാമത്തിൽ നിന്ന് രഥഘോഷയാത്രയോടെ ആരംഭിച്ച് പാലക്കാട് നിന്ന് തുടങ്ങുന്ന ഭാരതപ്പുഴ എല്ലാ പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലൂടെയും രഥപ്രയാണം നടത്തി തിരുനാവായിൽ എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. പുഴയുടെ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ മഹാത്മ്യം ലോകശ്രദ്ധയിലെത്തിക്കുക എന്നാണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന് ആ ത്രിമൂർത്തി സംഗമ സ്ഥാനമായ തിരുനാവായുടെ ഒരു ഭാഗത്ത് വെച്ച് ഒരു കാലഘട്ടത്തിൽ ആരാധിച്ചു വന്നിരുന്നതായ ആരാധനകൾ അല്ലെങ്കിൽ പൈതൃകങ്ങൾ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ സാംസ്കാരിക സദസ്സുകളും കലാപരിപാടികളും പൂജാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ത്രികോണ അല്ലെങ്കിൽ ശ്രീചക്ര സമ്പ്രദായത്തിൽ കാണുന്ന ത്രികോണാകൃതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്രീചക്ര സംവിധാനത്തിലാണ് കാണപ്പെടുക. ആയതുകൊണ്ട് ശക്തിയെ പൂജിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒരു മഹാശ്രീചക്ര പൂജ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡൻറ്റും തന്ത്രവിദ്യാപീഠം വൈസ് പ്രസിഡൻറ്റുമായ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നവാവരണ കൃതികളോടുകൂടി ഒരു മഹാശ്രീചക്ര പൂജ നമ്മളിവിടെ നടത്തുന്നു. കൂടാതെ ഒരു കുശ്മാണ്ഡി ഹോമം, പവിത്രേഷ്ടിയാഗം ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു. മാനുഷികമായി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജനസമൂഹത്തിനും നേരിടുന്ന മഹാദുരിതങ്ങളെ മാറ്റി ചിത്തശുദ്ധി, ആത്മശുദ്ധി എല്ലാം വരാൻ വേണ്ടി നടത്തുന്ന ഇത്തരം യാഗങ്ങൾ ഇതിൻ്റെ പ്രത്യേക സവിശേഷതയാണ്. കൂടാതെ ഇതിൽ സൂര്യകാലടി ഭട്ടതിരിപ്പാട് വന്ന് മഹാഗണപതി ഹോമവും ശബരിമല തന്ത്രി മഹേഷ് മോഹനൻ്റെ നേതൃത്വത്തിൽ പരശുരാമ പൂജയും, കേരള സൃഷ്ടായ പരശുരാമനെ പൂജിക്കാത്തതിൻ്റെ ദുരിതം വളരെ കൂടുതലാണെന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായി പരശുരാമ പൂജയും, മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പത്തിൽ ഗുരുത്വം ഇല്ലായ്മയാണ് എല്ലാ ദോഷങ്ങൾക്കും പ്രധാന കാരണം. അതിന് പ്രതിവിധി എന്നോണം യോഗീശ്വര പൂജയും, നാഗഭൂമി എന്നറിയപ്പെടുന്ന കേരള ഭൂമി ആ നാഗപ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ സുരേഷ് നമ്പൂതിരിപ്പാട് കൊളപ്പുറം മനയിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാഗപൂജയും, കൂടാതെ ഈ ഒരു പുഴയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ഒട്ടനവധി സന്യാസിവര്യന്മാർ അല്ലെങ്കിൽ ഹൈന്ദവ മുറുകെ നടക്കുന്ന കുറേ ആചാര്യന്മാർ ഇവിടെ വന്നു ചേർന്നതും ഈ നിളാ നദിയിൽ മുങ്ങിയിരുന്നു എന്നും നമുക്കറിയാം. അതിനോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ 13-ാം തീയതി മാഘമക നക്ഷത്രത്തിൽ നദിയെ പൂജിച്ച് ആറാട്ട് നടത്തി ഒട്ടേറെ സന്യാസിവര്യന്മാരും ഭക്തജനങ്ങളും ഇവിടെ സ്നാനം ചെയ്യുന്നു. ഇത് നടത്തി ആ സന്യാസിവര്യന്മാരെ നമ്മൾ ആദരിച്ച് അവരെ പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, മാഘമക മഹോത്സവം ഇന്ന് കാണുന്ന മാമാങ്കത്തിന് മുമ്പ് 1100 കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. 1765 അത് ഇല്ലാതെയായി പോയത് യാഗഭവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ് ഈ മാഘമകത്തിന്. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് സപ്തനദികളുടെ പ്രവാഹമുണ്ട് എന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിർദ്ദേശിച്ചതാണ് ഈ സപ്തനദിയെ പൂജിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചടങ്ങുകളെല്ലാം ഇവിടെ നടത്തുന്നത്. ഏതായാലും ഈ ഒരു മഹാസംരംഭത്തിന് അല്ലെങ്കിൽ നമ്മളെ പഞ്ചഭൂതാത്മകമായ നമ്മളെ ശരീരം അല്ലെങ്കിൽ പ്രകൃതി എല്ലാം പഞ്ചഭൂതാത്മകമായ ആണ്. അതിൽ പ്രധാനമായ പഞ്ചഭൂതാത്മകമായ ജലത്തിനെ ആരാധിക്കുക എന്ന സംവിധാനത്തിൽ നടക്കുന്ന ഈ ഒരു വിശേഷമായ പരിപാടിയിലേക്ക് ലോകരെല്ലാവരും വന്നു ചേർന്ന് ഈ മഹത്തായ പൈതൃകങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചോദ്യം തിരുമേനി, ഈ ഒരു ബ്രഹ്മാവിനെ പൂജിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രം ഇവിടെ വന്നത്? അതിൻ്റെ ചരിത്രം എന്ന് പറയാം. ബ്രഹ്മാവിന് ക്ഷേത്രം വരാൻ കാരണം അതൊരു കഥയുമായി ബന്ധപ്പെട്ടാണ്. ത്രേതായുഗ കാലത്ത് പരശുരാമ കാലഘട്ടത്തിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു എന്നും ആ യാഗത്തിൻ്റെ അധികാരിയായിട്ട് അല്ലെങ്കിൽ യജമാന സ്ഥാനത്തിരിക്കേണ്ട ആളാണ് ബ്രഹ്മാവ്. തീർച്ചയായിട്ടും ആ ഒരു യാഗത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് ബ്രഹ്മാവ് യജമാന സങ്കല്പത്തിലാണ് ഇവിടെ വന്നു ചേർന്നത്. ഇവിടെ താപസന്നൂരാണ്, താപസന്നൂർ അല്ലെങ്കിൽ താപസികളുടെ നാട്. അവിടെ വന്നു ചേർന്നതെന്നും ആ യാഗത്തിന് യജമാന സ്ഥാനം വഹിച്ചു എന്നും യാഗം മുടങ്ങിയെന്നും എല്ലാമാണ് അതിൻ്റെ സങ്കല്പം.
സാധാരണഗതിയിൽ ഏതൊരു യാഗത്തിനായാലും ഏതൊരു യജ്ഞത്തിനായാലും അതിന് ബ്രഹ്മൻ അല്ലെങ്കിൽ സദസ്യൻ എന്നെല്ലാം ഉണ്ടാവും. ഇവിടെയും അതേ സങ്കല്പത്തിൽ ബ്രഹ്മാവാണ് ആ സദസ്യൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന സങ്കല്പത്തിൽ. അങ്ങനെ യാഗം മുടങ്ങിയത് കാരണം പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ആ ബ്രഹ്മൻ അവിടെ ഇരിക്കേണ്ടി വന്നു എന്നതും എന്നാലാണ് സങ്കല്പം. ആയതുകൊണ്ടാണ് ആ ബ്രഹ്മക്ഷേത്രം ഇവിടെ നിലനിന്നതും അത് പൗരാണികമായതും അതിന് പൂജാ സമ്പ്രദായങ്ങൾ തുടർന്നു വന്നതും.